ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു സ്റ്റുഡൻസിനൊക്കെ ഇൻഫർമേറ്റീവായിട്ടും ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഇൻഫർമേഷനാണ് അതിൽ കൈമാറിയിരിക്കുന്നത്. കാണാത്തവരെല്ലാം കാണണം കേട്ടോ. നേരത്തെ എഴുന്നേറ്റതിന് ശേഷം 6 മണി മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്, ഉച്ചഭക്ഷണം വരെ ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ അന്ന് ഗോതമ്പ് നമ്മൾ ഉണ്ടാക്കിയതൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ? ആ ഗോതമ്പും ഓട്സും കൂടിയിട്ടുള്ള പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നനച്ചിട്ട് ഒരു 15 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ അത് 6:15 നമ്മൾ നനച്ച് വെച്ചു. ഈ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പുട്ട് കൊടുത്തു വിട്ട് അത് ഡ്രൈ ആവും വിചാരിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ഫ്രൂട്ട്സാണ് കൊണ്ടുപോകുക, അധികം ഫ്രൂട്ട്സാണ് കൊണ്ടുപോകുക. അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടിയും ചെയ്യും. ഇങ്ങനെ ഫ്രൂട്ടെല്ലാം ഹസ്ബൻഡാണ് കട്ട് ചെയ്ത് തന്നത്. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് കട്ട് ചെയ്ത് തന്നു. അപ്പോൾ അത് പപ്പായയും മുസാമ്പിയും ആപ്പിളും സ്വീറ്റ് മെലനുമാണ് ഫ്രൂട്ട്സായിട്ട് എടുത്തത്. പിന്നെ അതിനുശേഷം ഉള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇങ്ങോട്ട് തിരക്കായിരുന്നല്ലോ, സ്കൂളിൽ പോകുന്ന തിരക്കുണ്ടാവുമല്ലോ. രാവിലെ ഗോതമ്പും ഓട്സും കൂടി നനച്ച് വെച്ചത് കണ്ടില്ലേ? അതിൽ നിന്ന് ഒരു 15 മിനിറ്റിന് ശേഷം മോൾക്ക് മാത്രം 15 മിനിറ്റ് എന്തായാലും ഇരിക്കണം കേട്ടോ. മോൾക്ക് മാത്രം കുറച്ച് പുട്ടുണ്ടാക്കി. അത് ഞാൻ ആ സമയത്ത് കാണിക്കാതിരുന്നത് ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ രൂപം ഇങ്ങനെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? നമുക്കത് ശരിയാക്കാം. മിക്സിയിലൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെല്ലുമ്പോഴേക്കും അത് നല്ല നൈസ് പൊടിയായിട്ട് വരും കേട്ടോ. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ കറക്റ്റ് തന്നെ ആവാൻ സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഓരോ തുള്ളി കുറച്ചും കൂടിയും ഗോതമ്പോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നേരത്തെ ചതഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്നും കൂടി ചതച്ചതാണ്. ഇത് ചിറകൻ്റെ മടിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ പീസസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മിക്സി അത്ര പോരാ, അത് ചെല്ലിയാൽ മുഴുവനാവുന്നില്ല. ഓട്സ് വെള്ളം പിടിക്കുന്ന സാധനമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ കട്ട് ചെയ്യുന്ന വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്കാക്കാം, എന്നാലാണ് കറക്റ്റായിട്ട് ശരിയാവുന്നുണ്ടാവുള്ളൂ. കണ്ടില്ലേ? ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് എല്ലാം കൂടി ആക്കിയിട്ട് ഒരു ട്രിപ്പും കൂടി ഇതേപോലെ തന്നെ ചെയ്യാം. ഇത് വെള്ളം കുറവുണ്ട് തോന്നുകയാണെങ്കിൽ ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ല, വെള്ളം കൂടുതൽ കട്ട ഫുള്ളായിട്ട് ശരിയായില്ലല്ലോ. പിന്നെ വെള്ളമില്ലാതെ ഞാൻ പറഞ്ഞ എല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്യാൻ. കാരണം ഈ ഓട്സ് അടിയിക്കാൻ നിൽക്കുന്ന നല്ല ഒന്നുകൂടി വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പിന്നെ അത്ര വലിയ പാത്രം ഇന്നിപ്പോൾ എഴുതിയ പിടിച്ചുകൊണ്ട് മാത്രം വലിയ പാത്രം എടുക്കാതിരുന്നത്. മറ്റേ ഞാൻ വലിയ പാത്രം എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം പാത്രം വലുതൊക്കെ എടുക്കുന്നു അത്രത്തോളം നമുക്ക് സൗകര്യമാണ് കേട്ടോ. മോള് പറയണ രാവിലെ ഉണ്ടാക്കിയ പുട്ടിരുന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അത് ശരി, അത് ഈ കളറല്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് ഉണ്ടാക്കിയിട്ട് നോക്കാം. ഇതുണ്ടാക്കി ശരിയാവും. നോക്കിയിട്ടൊക്കെ ഇതിപ്പോൾ എല്ലാം പൊടിച്ചു. ഇനി നമുക്ക് ഒന്നുകൂടി പൊടിക്കട്ടെ. നമ്മൾ ചില സമയങ്ങളൊക്കെ ഒറ്റ ട്രിപ്പ് മതിയോ? മോൾക്ക് രാവിലെ ഒറ്റ ട്രിപ്പ് മതിയായിരുന്നു. അപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞു എന്നാണ് ഇപ്പോൾ സംശയം. ഫസ്റ്റ് ട്രിപ്പിൽ മാത്രം വെള്ളം കൂടുതലും അല്ല, ഫസ്റ്റല്ല, നമ്മൾ ആദ്യം പൊടിച്ചില്ലേ അതിലാണ് കട്ടുള്ളത്, ബാക്കിയുള്ളതെല്ലാം അധികം കട്ടില്ല. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി പൊടിക്കാം. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഓട്സ് ഗോതമ്പും കൂടി. ഇതിലിപ്പോൾ നമ്മൾ ഗോതമ്പിനെക്കാട്ടിലും കൂടുതൽ ഓട്സാണ് എടുത്തത്. ഒരു പോയിൻ്റ് കൂടുതലേ ഉണ്ടാവുള്ളൂ, കുറവുണ്ടാവില്ല ഒരിക്കലും. ഓട്സാണ് കൂടുതലായിട്ട് ഇട്ടത് ഗോതമ്പിനെക്കാട്ടിലും. ഗോതമ്പ് നമ്മളെപ്പോഴും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതല്ലേ. കണ്ടില്ലേ? ഇങ്ങനെ ഇത്രയും കട്ട ഉണ്ടായിരുന്നു. അത് ആ ഫസ്റ്റ് ട്രിപ്പിലത്തെയാണ്. അപ്പോൾ ഇപ്പോൾ അത് ശരിയാവുന്ന കണ്ടോ? കൊണ്ടാണ് ഒന്നുകൂടി അടിക്കാം. പിന്നെ ഓട്സ് കണ്ടില്ലേ? കുറച്ചിങ്ങനെ ഓട്സിൻ്റെ അവിടെ ഇവിടെ ഇങ്ങനെ തരി ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. കറക്റ്റായി. വെള്ളം കുറവുണ്ടോ? നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഇത്ര ഇങ്ങനത്തെ ഫൈൻ പൊടിയായിട്ടോ. ഞാൻ ചിരട്ടയിലാണ് പുട്ടുണ്ടാക്കുന്നത്. ഇത് രാവിലെ മുളക്ക് ഉണ്ടാക്കിയോണ്ടാണ് കേട്ടത്. ഇങ്ങനെ അതിൽ തേങ്ങ ഇട്ടു. ഇനി പുട്ടുപൊടി ഇടാം. ആ മിക്സർ ജാറിന് കണക്കാണ് കേട്ടോ.
ഒരു ഒരു പുട്ട്. കുറച്ച് ആക്കിയിട്ടുള്ളൂ, മതി ഉണ്ടായിരുന്നു. കാരണം സമയമായി, ഹസ്ബൻഡ് പോവാറായി. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇങ്ങനെ വയ്ക്കുന്നു. നമ്മളൊരു അടപ്പിടുക. ഒരു 3-4 മിനിറ്റ് വേവിച്ചാൽ 3-4 മിനിറ്റ് ഒന്നും വേണ്ട, കാരണം ഡയറക്റ്റ് ആവിയല്ലേ. 4 മിനിറ്റ് വേണം. 4 മിനിറ്റ് ഒന്നും വേണ്ട, 2 മിനിറ്റൊക്കെ. പിന്നെ ഇതുപോലെ കട്ടെല്ലാം ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മളിത് ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടിയും പൊടിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ നല്ല സോഫ്റ്റ് പൊടിയും. കാരണം ഇതിലിതാ വെള്ള കാണുന്നില്ല, ഇടയിൽ ഓട്സ് പോലെ. ഇതിൽ കുറച്ച് തേങ്ങ ഇതിലും ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ഇതിൽ മിക്സ് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ എന്താ ഈ കട്ടുള്ള തേങ്ങകൾ ഇതിലാകുമ്പോൾ അതൊന്നും കൂടി ആയിട്ട് ഇങ്ങനെ എണ്ണ കിരിയും പോലെ ആവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയൊക്കെ നോക്കി നോക്കൂ, നല്ല രസമാണ്. ആണ്ട് കട്ടെടുത്തോളൂ. മതി. നമ്മളിപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ സോഫ്റ്റ് പൊടിയൊക്കെ ആക്കിയത് കണ്ടില്ല. അപ്പോൾ എനിക്ക് വെള്ളക്കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് ആ 1 ഗ്ലാസ് വെള്ളം ഫുള്ള് ആദ്യം എടുത്തതിൻ്റെ 1/4 ഗ്ലാസ് ബാക്കി ഉണ്ടായിരുന്നില്ല, കാലെല്ലാം എടുത്തുള്ളി അതുകൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സിയിൽ ഒന്ന് കിറുന്നല്ലി അങ്ങനെ ഒരു 3 മിനിറ്റ് അതിന് കൂടുതൽ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഇതാ കുറച്ച് തരി പോലുള്ള നല്ല പുട്ടായി വന്നു കേട്ടോ. ഇതാ കുറച്ച് തരി കൂടിയായിട്ട് നല്ല പുട്ട്. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ നല്ല സോഫ്റ്റ്, വെറും പൊടി പോലെ പൊടിയല്ല. അപ്പോൾ അത് കുറച്ചുകൂടി വെള്ളമാക്കിയപ്പോൾ അതായത് കുറച്ച് പുട്ടിന് കുറച്ച് തരി വേണമല്ലോ. അപ്പോൾ ആ തരിയും കൂടിയും വന്നു. അപ്പോൾ എല്ലാവരും പുട്ടുണ്ടാക്കി നോക്കണേ, ഇത് ഹെൽത്തിയാണ്. പിന്നെ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യലായിരുന്നു. ഞാൻ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വാഷിംഗ് മെഷീനിൽ ഇടുന്നു, കുറച്ച് കൈ കൊണ്ടും കൂടിയും കഴുകി. അപ്പോൾ അതാണ് ആ കണ്ടത്. കൈ കൊണ്ട് കഴുകിയത് വാഷ് ചെയ്ത് പുറത്ത് ഉണക്കാനിട്ടതാണ്. പിന്നെ കുറച്ച് ക്ലീനിങ്ങും അതിനുശേഷം നമുക്ക് ഉച്ചഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെയും കുറച്ച് കാര്യങ്ങൾ മെയിൽ അയക്കുക, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് മെയിലൊക്കെ എന്താണെന്നുള്ളത് ഞാൻ കാണിക്കേണ്ടത്. എന്താണ് മെയിൽ അയക്കാനുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് സത്യത്തിൽ കുറച്ച് നല്ല തിരക്കുള്ള ദിവസം, തിരക്കെന്നല്ല കുറച്ച് കാര്യമായ പണികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാം ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല, കുറച്ച് മാത്രം ക്ലീൻ ചെയ്യുന്നു. ഒരു ആകപ്പാടുള്ളൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് രാവിലെയൊക്കെ എല്ലാം കൂടെ ഇങ്ങനെ വലിച്ചു വാരിയിട്ട പോലെയായിരുന്നു. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. പിന്നെ തുടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല. കാരണം വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവാൻ പാടില്ല. നിങ്ങൾ കാണണം കേട്ടോ, വീഡിയോ എല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യണം, കമൻറ്റായിട്ട് തന്നെ പറയണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫുൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനി മോളുടെ സ്റ്റഡി ടേബിളാണ് കേട്ടോ. ഇതെന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് വിചാരിക്കരുത്. രാവിലെ സ്പ്രേയും എല്ലാം കൂടിയിട്ട് എടുത്തിട്ട് റൂമിൽ തന്നെ കബോർഡും, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അവൾ അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് പൂവലും തിരക്കുവാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ കയറിയതാണ്. ഇങ്ങനെ എല്ലാം ഇങ്ങനെ കുറച്ച് സാധനമേ ഉള്ളൂ, പക്ഷേ ആകപ്പാട് ഇങ്ങോട്ട് വലിച്ച് വാരി ഇട്ടിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. കമ്മൽ അങ്ങനെയുള്ളത്. പിന്നെ പൗഡർ ഇതൊക്കെ ആ ഡ്രോയ്ക്ക് തന്നെയാണ് വെക്കുന്നേ ഉള്ളൂ. പൗഡർ ഇട്ടില്ലെങ്കിൽ പോലും ഉള്ളിൽ ഒരു സാധനം എടുക്കുന്നതിന് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എല്ലാം നോക്കി വലിച്ചിടുക എന്നുള്ളൊരു രീതിയിലാണ് രാവിലെ സ്കൂളിൽ പോകണതിൻ്റെ മുന്നേ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം എല്ലാം പറക്കി വെച്ചിട്ട് അതിന് ശേഷം ഒന്ന് തുടയ്ക്കുക, അത്രയേ ചെയ്യുന്നുള്ളൂ. എല്ലാം കൂടി തുടയ്ക്കുക എന്ന് പറയുമ്പോഴേക്കും ലേറ്റാവും. പിന്നെ ഇതാളുള്ള സ്കൂളിലെ വർക്ക്ഷീറ്റുകളും കാര്യങ്ങളൊക്കെയാണ്, ബുക്സും വർക്ക്ഷീറ്റും അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ലാപ്ടോപ്പ് ഇപ്പോൾ ഈ ഓൺലൈൻ തുടങ്ങിയതിന് ശേഷം എല്ലാം പലതും ഇവർക്കൊക്കെ പുസ്തകത്തിലുള്ള സ്റ്റഡി മാത്രമല്ലല്ലോ എല്ലാം. ഇപ്പം എല്ലാം വർക്ക്ഷീറ്റ് കൊടുക്കുക, അതൊന്ന് നോക്കി എഴുതുക, ഓൺലൈനിൽ നോക്കുക, അത് അങ്ങനത്തെ ഓരോന്നാകുമ്പോൾ കുട്ടികൾ എല്ലാവരും ഇങ്ങനെ തന്നെയാവുമല്ലോ അല്ലേ. കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ, കമൻറ്റ് പറയണേ. ഇപ്പോൾ കുറച്ച് ഫോണും ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കൽ കുറച്ച് കൂടുതലല്ലേ എല്ലാവർക്കും. പഠിക്കുക സ്കൂളിൽ പോകുമ്പോൾ അറിയില്ല, നമ്മൾ വിചാരിക്കും അവർ പഠിക്കുക ആയിരിക്കും, പഠിക്കില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. എന്നാൽ പോലും അതൊരു നല്ലൊരു പ്രാക്ടീസ് അല്ലാതെ ചില നേരങ്ങളിലൊക്കെ നല്ലതായിട്ട് തോന്നും. ചിലപ്പോഴൊക്കെ ഒരു എന്താ വർക്ക്ഷീറ്റ് ഇല്ലാത്ത വർക്ക്ഷീറ്റ് മുഴുവൻ ഓൺലൈനിൽ നിന്ന് എടുക്കും. അങ്ങനെയൊക്കെ ഇതൊക്കെ വർക്ക്ഷീറ്റാണ് ഇവിടെ. വർക്ക്ഷീറ്റായിട്ടുള്ള നാട്ടിലും അങ്ങനെ തന്നെയാണ്, എന്നാലും ഇവിടെ കൂടുതൽ കിട്ടുക വർക്ക്ഷീറ്റാണ്. അപ്പോൾ അതാണ് ഈ പേപ്പറുകൾ കുറേ കാണുന്നത്. എല്ലാം ഞാൻ എടുത്തു വെച്ചു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ വർക്ക്ഷീറ്റ് കണ്ടില്ലേ, ഈ വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു വലിച്ചിടലുണ്ട്. അങ്ങനെ നമ്മുടെ ആ പണി കഴിഞ്ഞു. അതിന് ശേഷം ഞാനൊന്ന് ഓടിച്ചിട്ടിട്ട് അടിച്ചു വരിക മാത്രമേ ചെയ്യുന്നുള്ളൂ.
ആയിട്ട് തുടയ്ക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല എനിക്ക് തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞിട്ട് ആ തുണി നമ്മൾ കഴുകി ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അത് കഴുകി യൂസ് ചെയ്യുമ്പോൾ എൻ്റെ കൈ പൊട്ടും. അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കിച്ചൺ ടവലാണെങ്കിൽ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. റാക്കൊക്കെ വാഷ് ചെയ്യുക ചെയ്യാറ്. അതിനുള്ള കാരണം ഇതാണ്, കൈ ഇങ്ങനെ പൊട്ടും. വിരലിൻ്റെ അതായത് നഖത്തിൻ്റെ താഴെഭാഗത്ത് ഇങ്ങനെ പൊട്ടുന്നതായിട്ട് തോന്നും. അപ്പോൾ ഈ വിൻ്ററൊക്കെ ആയ കൂടുതലും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചളി പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ടിഷ്യൂ ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. പിന്നെ അതങ്ങനെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ശീലവും കൂടി ആയി. അപ്പോൾ ഈ കിച്ചൺ ടവൽ പോലത്തെ ടിഷ്യൂ യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിൽ നമ്മുടെ ലഞ്ച് പരിപാടി, ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണ്. ഇന്ന് ചോറ് വയ്ക്കുന്നില്ല കേട്ടോ. ചോറ് വയ്ക്കാത്തത് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ചോറ് വെച്ചില്ല എന്ന്, എല്ലാ ദിവസവും ചോറ് അങ്ങനെ വയ്ക്കാറില്ല. അതുകൊണ്ടാണ് പിന്നെ ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചിക്കനും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ചിക്കൻ മാത്രം കഴിക്കുന്നവർക്ക് ചിക്കൻ കഴിക്കാം, ചപ്പാത്തിയും കൂടി കഴിക്കേണ്ടവർക്ക് ആ ലെവലിലാണ്. ഇങ്ങനെ അടുക്കി പിടിച്ചു കേട്ടോ. ഇതിപ്പോൾ 2 കിലോ ഉണ്ട്. 2 കിലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക ബ്രസ്റ്റ് പീസായിട്ട് വാങ്ങിയിട്ട് വെച്ചിട്ട് കാണുമ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഇത്രേ കാണുന്നത്. 2 കിലോ ആണ് പറഞ്ഞത്. മാറിനേറ്റ് ചെയ്യണം. ഒന്ന് ഈ ഏറ്റവും വലിയ പീസൊക്കെ ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം. ഇവിടേക്ക് നല്ല കട്ടിയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കണം ഇതിൻ്റെ ഈ സൈസ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിങ്ങനെ മുറിക്കുക. അപ്പോൾ ഇത് മെല്ലിട്ടല്ലേ, അപ്പോൾ ഈ കുഴക്കട്ടിയുടെ ഭാഗം മാത്രം ഉണ്ടാക്കുക. ഇങ്ങനെ മുറിക്കുക. എന്നിട്ട് കട്ടിയുടെ ഭാഗം വേണമെങ്കിൽ മാത്രമേ ഉണ്ടാക്കുക. ഉണ്ടാക്കണം. ഇവിടെ ഇങ്ങനെ കട്ടിയിൽ നിൽക്കുക, മറ്റേ കട്ടിയില്ലല്ലോ. അപ്പോൾ ഒരുപോലെ ഗ്രില്ലാവുമ്പോൾ ഒരുപോലെ വേവാവില്ല. എന്നാലും ഒന്ന് കീറാന്ന് എൻ്റെ അഭിപ്രായം. ഇതങ്ങനെ ഞാൻ പറയുന്നത് കട്ടിയുള്ള ഭാഗം മാത്രം ഉണ്ടാക്കുക. ഫുൾ ലെങ്ത്തിൽ ഉണ്ടാക്കിയാൽ പോയാൽ നശിച്ചു പോകും. കീറുക അല്ലേ? കൈ ഇനി കത്തി കൊണ്ടൊരു സാധനം ഇങ്ങനെ എടുക്കട്ടെ. പീസാക്കണം. പീസാക്കാം. ഇവിടെ നിന്ന് ചെറുതാക്കണം. ഇവിടെ ഇങ്ങനെ മാത്രം. അപ്പോഴൊരു പീസായില്ല. പല പല വേവാവോ? ഇല്ല, നമുക്ക് മുകളിലൊക്കെ ഇടാം. ഇല്ല, ഇത് തിക്നെസ് സെയിം ആണ്. അത് കുറച്ച് കൂടിപ്പോയി തിക്നെസ്, കണ്ടില്ലേ? ഇത് തലപ്പ് അങ്ങനെ തന്നെ ആക്കുക. ചെറുതായി പോയി. ഇല്ല, നേരത്തെ അടുത്ത പീസ് വന്നു. ഈ ഗ്രൂപ്പിലുള്ള ഏറ്റവും ചെറിയ സ്മോൾ ബ്രസ്റ്റ് പീസ്. ചിക്കൻ സ്കിന്നോട് കൂടിയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. അധികം കാണുന്നത് ചിക്കൻ ഡ്രൈ ആവില്ല അത്ര ഗ്രില്ല് ചെയ്യുമ്പോൾ സ്കിന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ സ്കിന്നോട് കൂടിയുള്ളതല്ല. അത്ര താല്പര്യം തോന്നിയില്ല സ്കിന്നോട് കൂടിയുള്ളത്. പല വലിപ്പങ്ങളായി, സാരില്ല. ഏകദേശം എല്ലാ പീസും ഒരുപോലെയൊക്കെ തന്നെയാണ് നമുക്ക് തോന്നുകയാണ്. ഒരെണ്ണം മാത്രമേ ചെറുതുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ തൊട്ട് മുന്നിട്ട് മാത്രമേ ചെറുതുള്ളൂ. ബാക്കി എല്ലാം ഏകദേശം ഒരേ വലിപ്പമൊക്കെ തന്നെയാണ്. കീറാൻ എന്തായാലും നമുക്ക് ഈ ലെമൺ നീര് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ നീരുണ്ട് നോക്കാം. ഇതിങ്ങനെ ഒരു തൊലി എന്താ പറയുക, തൊലി ഇങ്ങനെ അധികം ഇല്ലാത്തൊരു തരം ലെമണാണ്. നമുക്ക് നോക്കി നോക്കാം കിട്ടുമെന്നുള്ളത്. നോക്കാം. കണ്ടില്ലേ? ഇതിലെങ്ങനെ ഒരു അരി പോലെയാണ്. ഇത് തൊലി തിന്നൊക്കെ ചെയ്യാറ്. ഞാൻ തിന്നാറൊക്കെ ഉണ്ട്. ഇവിടെ ലോക്കലായിട്ടുണ്ടാകുന്ന നാരങ്ങയാണ്. ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. കണ്ടില്ലേ? ഒന്നുമില്ല. ഞാൻ എന്തായാലും കഷ്ണം തിന്നാൻ പോവാം. കഷ്ണം ലെമൺ അങ്ങനെ തിന്നട്ടെ. അവിടെ ഈ വടുകപ്പുളി നാരങ്ങയൊക്കെ ഇല്ലേ, അതിനൊക്കെ ടേസ്റ്റ്. എന്തൊരു ബോധത്തിൽ തിന്നാട്ടെ. ചിക്കനൊക്കെ മുറിച്ചിട്ട് അങ്ങനെയാണ് തിന്നു പോയി. ഒക്കെ അങ്ങനെ തന്നെ. ഒരു തരം അരിയാണ്. അല്ലാതെ
നീരല്ല, നല്ലോണം ഒഴുകണ നീരല്ല. ഞാൻ ഒന്നുകൂടി വെള്ളം മാറ്റിയതാണ് കേട്ടോ. അങ്ങനെ അങ്ങനെ പിഴിഞ്ഞ പോലെ അങ്ങനെ പിഴിയുമ്പോൾ അങ്ങനെ വരികയും ചെയ്തില്ല. ഇപ്പോൾ മോള് പറയുന്നത് വീഡിയോ കണ്ടതിൽ പിന്നെ ടിഷ്യൂ വെച്ചിട്ടോ കോട്ടൺ ടവൽ വെച്ചിട്ടോ അവർ വെള്ളമെല്ലാം തുടച്ചെടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെയും ചെയ്യുന്നില്ല. എനിക്കതൊരു നമുക്കങ്ങനെ നമ്മളങ്ങനെ ഒരു കുക്കിംഗ് ചെയ്യാത്തതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ട് പോലെ. എന്തായാലും വെള്ളം ഒരുപാടൊന്നും വരില്ല എന്ന് വിചാരിക്കുക. വെള്ളം വന്നു വെച്ചാൽ നമുക്കപ്പോൾ കറിയാക്കാം. ചിക്കൻ സ്റ്റോക്കാക്കാം. നമുക്ക് ഗാർലിക്കാണ് ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത്. നമുക്ക് മാരിനേറ്റ് ചെയ്യുന്നതിന് ലെമൺ വേണം, പിന്നെ ഗാർലിക്. ഇത് വളരെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഇതാക്കണം. നമുക്ക് നോക്കാം. ഇതുണ്ടാക്കിക്കോളൂ. ഓ ചപ്പാത്തി കോലുകൊണ്ട് ഇങ്ങനെയും ചെയ്യാം. ഇതൊന്നുകൂടി ആവേണ്ടി വരും. ഇത് അങ്ങനെ കഴിക്കുക ചെയ്യുന്നത്. കാരണം പൊട്ടാറ്റോ ഒക്കെ ഉണ്ടല്ലോ, എന്നിട്ട് സോസൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുക ചെയ്യുക. അവരത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ. പിന്നെ ചില ലീവ്സ് പോലെയുള്ളതും പല അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസത്തിലുള്ള കുറേ റെസിപ്പീസ് ഉണ്ട്. കുറേ മസാലയൊന്നും ഇല്ലാത്തൊരു സോസ്. നമ്മളെപ്പോഴും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും റോസ്റ്റും എല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് ചെറുതാക്കിയിട്ട് ഇതിന് ചപ്പാത്തിയിട്ട് പുറത്തുനിന്നാക്കിയാൽ മതി. ചപ്പാത്തി ബേക്ക് ചെയ്യുന്ന ട്രേ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുന്നതാണ് നല്ലത്. ചപ്പാത്തി ബേക്ക് ചെയ്യുന്ന ചപ്പാത്തി അല്ല, ചിക്കൻ ബേക്ക് ചെയ്യുന്ന ട്രേ. എന്നാ അതിൽ തന്നെ മസാല വയ്ക്കുക. അല്ല, അതിൽ തന്നെ മസാല വെച്ചാൽ മതി. കാരണം ഇതിൽ ആകുമ്പോൾ നീര് പോവും. ഓക്കെ. ശരി. ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിലാക്കാം. അതൊക്കെ നീ വലിയ കടന്ന പ്ലേറ്റിലാക്കണം. അതിലാവുമ്പോൾ ഇങ്ങനെ പീസ് ഇരിക്കുമായിരിക്കും. ഫുൾ പീസായിട്ട് ഇരിക്കുമോ? എല്ലാ പീസും പരന്നിരിക്കില്ലല്ലോ. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേറെ പ്ലേറ്റ് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ അവൻ്റെ ഉള്ളിൽ. പൊട്ടാറ്റോ അപ്പം എന്തിലിടും? പൊട്ടാറ്റോ ഈ പൊട്ടാറ്റോ ഇപ്പോഴും വരണ്ട. പൊട്ടാറ്റോ ചിക്കൻ ബേക്ക് ചെയ്യാൻ അവിടെ വന്നാൽ മതി. ഇത് നീര് കിട്ടില്ല, കണ്ടില്ലേ ഇതിൻ്റെ പീസസ്. ഇതിൽ നീരുണ്ട്. ഇത് നീര് കുറവായതുകൊണ്ട് നമുക്ക് നല്ല മണക്ക് എടുക്കാം. ഇത് പുളി ഉണ്ടാവും. അതിനിങ്ങനത്തെ സത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. പുളിയോട് പിടിക്കട്ടെ. ഗാർലിക് ശരിയാകും. ഇപ്പോഴേ ഗാർലിക്കിൻ്റെ ഭയങ്കര മണമുണ്ട് ഇവിടെ. ഇല്ല, ഗാർലിക് ഇടുന്നത് ഒതൻറ്റിക് ഇതത്ര ട്രഡീഷണലി. ഇത് ചീസ് അല്ല, ബട്ടർ. സോറി, ബട്ടർ. കേട്ടോ അല്ല ഇടല്ലേ? ഇത് ഫുള്ള് മിക്സ് ആക്കിയിട്ട് ആക്കെ മിക്സ് ആയിക്കോളും. ബട്ടർ ഇടുകാനാണ് പാട്. ഇങ്ങനെ പീസാക്കി ഇടേണ്ടി. മുളിക്കന്നെ ആയിക്കോട്ടെ. പ്ലേറ്റിലത് ആക്കുന്നതിന് പ്ലേറ്റിലധികം ആക്കുന്നതിനെക്കാട്ടിൽ ചിക്കൻ മുളിക്കുന്നുണ്ടാവും. പിന്നെ മഞ്ഞളിടില്ല. സോസ് ഉണ്ടായിരുന്നായിരുന്നു. അതിലൊരു തരം പൂപ്പ് വന്ന പോലെ ഒരു പിന്നെ എന്തായാലും എടുക്കുന്നില്ല. പെപ്പർ നിങ്ങൾ മയത്ത് പൊടിച്ചതല്ല, ഒരു ക്രഷ്ഡാണ് കേട്ടോ. പൊങ്കിട്ടോ. ഇത് നെയ്യാണ്. ബട്ടർ ഇട്ടു, നെയ്യ് ഇട്ടു കേട്ടോ. അലിഞ്ഞ് കിട്ടുന്നില്ല. കാരണം ചിക്കന് കുറച്ച് തണുപ്പില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ കാലാവസ്ഥ നിങ്ങൾക്ക് ചൂട് കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറവും കൂടി ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ ചൂടല്ല. മറ്റേ പൈപ്പിൽ വെള്ളം ചൂടാ വരിക. നമ്മൾ മീനൊക്കെ രാവിലെ കഴുകും. മാത്രം ഗാർലിക് പോലെ ഞാനോട് തിരിച്ചു തരാം. ഒരു ക്രഷ്ഡ് മല്ലിയാണ്. പച്ചമല്ലി ഇങ്ങനെ ചതച്ച പോലെയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വറുത്ത് പൊടിച്ചാൽ പൊടിയെന്നാണ് കുറച്ചിട്ടത്. പച്ചമല്ലി ഇടാൻ പോയില്ല. പിന്നെ പാപ്രിക്ക എന്ന് പറയുന്നത് അത് ഇടുന്നുണ്ട്. അത് നമ്മൾ ഇടുന്നില്ല.
ഓപ്ഷൻ അതെ. അപ്പോൾ പിന്നെ അത് ഓപ്ഷൻ ആയതുകൊണ്ട് നമ്മൾ നുള്ളു കുറച്ച് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇടാൻ നല്ലത്. ഭയങ്കര എരിവായി ഈ മുളക് പൊടി ഇട്ടാൽ ഇടാം. മുളക് എന്തായാലും എരിവുണ്ടാവും. അങ്ങനെ കുറച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കളർ ഉണ്ടാവില്ല. അന്ന് എനിക്ക് വീഡിയോയ്ക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു എന്താ മുളക് പൊടി ഇല്ലേ എന്നുള്ളത്. പക്ഷേ ഞാൻ നമ്മുടെ ആ മുളക് ചതച്ചതും കാശ്മീരി അല്ലാത്ത ചില്ലിയും ഭയങ്കര എരിവ് തന്നെയാണ്. ഞാൻ ചതച്ചിട്ടും അരച്ചിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. സ്പൂൺ മതിയാവില്ലല്ലോ? മതിയാവില്ല. പൊട്ടാറ്റയ്ക്ക് വരടാ. എന്നാലും കുറച്ചും കൂടി ഇട്ടോ. കഴിഞ്ഞു കേട്ടോ. അപ്പം ഗാർലിക്ക് മാത്രമേ അതോ ഇവിടെ ഒരു കഷ്ണം ഉണ്ട് അലിയാത്തത്. ബാക്കിയെല്ലാം നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെങ്ങനെ അമർത്തി കൊടുത്തപ്പോൾ അതെല്ലാം അലിഞ്ഞു. അതൊക്കെ ഉള്ളതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കുക. ടേസ്റ്റ് ഉണ്ടാവും. ആ ഉപ്പ് എല്ലാം ഉണ്ടാവും. എന്തായാലും ഉപ്പ് എരിവ് നല്ല ഉണ്ടാവും. മല്ലിപ്പൊടിയാണോ? മല്ലി കാണാത്ത പോലെ ഉണ്ടാവും. ഞാനും കുറച്ചിട്ടോ. വേഗം ഇട്. പുളി കൂടി നമ്മളിതിൻ്റെ കൂടെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണമെന്നൊന്നുമില്ല, എന്നാലും കുറച്ച് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഞാൻ കഴിക്കില്ല. ഞാൻ കുക്കുമ്പറും മയോണൈസും ഇതൊക്കെ കൂടി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഭംഗി വരുമോ എന്നുള്ളതാണ് അവസാനത്തെ ലുക്കിൽ, തൊലിയില്ലാത്തതുകൊണ്ട്. നോക്കാം. ഞാൻ വെച്ചോളൂ. നീ പൊട്ടാറ്റോ റെഡിയാക്കാം. നമുക്ക് വെക്കേണ്ടതായിരുന്നു. അതിനുള്ളിൽ തലേസിനകത്തിൽ വെച്ചാൽ റെഡിയില്ല. ഒരു പൊട്ടാറ്റോ ആണ് അത്. തൊലി അങ്ങനെ കളയുന്നില്ല അവർ. നമുക്ക് തൊലി കളയണമെങ്കിൽ കളയാം. പക്ഷെ ഞാനിങ്ങനെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കളയുന്നുണ്ട് അത്രമാത്രം. എന്നാലും ഞാനും നല്ല ഉരച്ച് കഴുകിയിട്ടാ കളഞ്ഞാലോ. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ തൊലിയില്ല പൊട്ടാറ്റോ ആണ് കറിയിലൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മൾ കറിയിൽ നിന്ന് അതിന് തൊലി മാറ്റും. തൊലി ഇട്ടിട്ട് ഉണ്ടാവുക. ചിന്തിച്ചതല്ല വിചാരിച്ചു. 2 ദിവസമായി വാങ്ങി വെച്ചിട്ടു. അപ്പം എന്നെ കേടാവാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ. വെള്ളമൊക്കെ പിഴിഞ്ഞപ്പോൾ കുട്ടിനെ ആ ചട്ടിക്ക് അങ്ങനെ മുറിച്ചിട്ട് ഇതൊക്കെ വെന്തോളും. വേവില്ലേ? അങ്ങനെ പറഞ്ഞാ വേവുണ്ടാവും അല്ലേ? പിന്നെ ഇതൊക്കെ ഇതൊന്ന് ചെറുതാക്കാം. റൗണ്ടൊക്കെ ഇട്ടാ തോന്നുന്നു. ആ അല്ല, വെജസ് ഇങ്ങനെ ഉണ്ടാവുക. അപ്പം ഇങ്ങനെ മുറിച്ചാൽ മതി. ക്രിസ്പി ആവണമെങ്കിൽ ഒന്ന് ചെറുതാക്കുന്നത് നല്ലേ. പോരെ? ഇനി നമ്മൾ ഏതൊക്കെ പ്ലേറ്റിക്ക് വയ്ക്കുന്ന ആ പ്ലേറ്റിക്കൊക്കെ നമുക്ക് ഇനി ബേക്ക് ചെയ്യുന്ന നമ്മുടെ പാത്രങ്ങളിലേക്ക് ആക്കാം. ഇത് മല്ലിച്ചപ്പ് നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേ ഇട്ടിട്ട് പരട്ടി വെച്ചാൽ മതിയായിരുന്നു. സാരില്ല, നമുക്കിതിൽ പാത്രം വീണ്ടും മാറ്റിയിട്ടോ. നമ്മൾ വേറെ പാത്രത്തിലാണ് വിചാരിച്ചു. പക്ഷേ എല്ലാം കൂടിയിട്ട് അത് നടക്കില്ല. ആ വലിയ പ്ലേറ്റിലായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഉരുളക്കിഴങ്ങിൽ നമ്മൾ വെളിച്ചെണ്ണയും ഉപ്പും ഇട്ട് ആക്കുന്നത്. ഉപ്പ് കുറച്ചാൽ മതി. നമുക്ക് കുറച്ച് ഉപ്പ് കൂടുതലുണ്ടായിരുന്നേ.
കുഞ്ഞു പീസ് മുകളിൽ വയ്ക്കാം. എന്തിനാ ഓവർലാപ്പ് ചെയ്യുന്നു? വെച്ചോക്കും. മല്ലിച്ചപ്പ് മുകളിലിടാം അല്ലേ? ഈ സ്കിൻ ഭാഗം മുകളിലേക്കാക്കാം. തിക്കിക്ക് വെക്കേണ്ടി വരും തോന്നുന്നില്ലേക്ക്. തിക്കി വെക്കണ്ട. ഓക്കെ വെച്ചോക്കും. ഇടയിലിടയിൽ പൊട്ടേറ്റോ വെക്കണ്ടേ? ആദ്യം ഫുൾ അസംബ്ലി ചെയ്യും. പറയാം, ഇത് യഥാർത്ഥത്തിൽ 1 pot പൊട്ടേറ്റോ ആണ്. അപ്പം എല്ലാം ആദ്യം മുതലേ ഇതിൽ ചെയ്യണമായിരുന്നു. നമ്മളൊരു 100 പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അങ്ങനെ ആക്കി. ഇതെടുത്തിട്ട് അടിച്ചോളൂ. സ്ഥലമുണ്ടല്ലോ. ഇതെടുത്തിട്ട് അല്ല പൊട്ടേറ്റോ എടുത്ത് ചിക്കൻ ഓവർലാപ്പ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഞാൻ. നീര് വേണ്ടി ഇതിലായിട്ടാ. ഓപ്പല്ല അങ്ങനെ പഴുത്ത് വെച്ചോളൂ. എണ്ണയാണ് വെളിച്ചെണ്ണ. അത്ര അടി മോൾക്ക് വേണ്ട. കയറൂ കയറ്റൂ. അവിടെ കയറില്ല. ഇത് കയറില്ല. OTG ആണ് കേട്ടോ, അതിലാണ് വെച്ചത്. അപ്പോൾ ഇത് 2 ഫാൻ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ താഴത്തെ മുകളിലത്തെയും റോഡ് അതും ഓണാണ്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്തത് 25 മിനിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടിട്ട് പിന്നെ ഒരു 20 മിനിറ്റും കൂടി ആക്കാമെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 25 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ കുക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഒരു ആകെ 30 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ കാര്യങ്ങൾ നടക്കും. പിന്നെ 180 ഡിഗ്രിയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ മാരിനേഷനിൽ നമ്മൾ നല്ലോണം അത് ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മാരിനേഷൻ നന്നായിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ വേവ് എന്നുള്ളത് വേവ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ലോണം മസാല തേച്ച് കുറച്ചും കൂടി കൂടുതൽ നേരം വെക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇതേ 30 മിനിറ്റിൽ തന്നെ ആകെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചത് സത്യത്തിൽ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ തിരിച്ചു വെക്കാതെ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് വെച്ചു എന്നേ ഉള്ളൂ. നന്നായിട്ട് കുക്കായിട്ട് വന്നു കേട്ടോ. തക്കാളി നമ്മൾ ഇടാനുള്ള കാരണം കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് തോന്നി. നമ്മൾ തിരിച്ചിടാൻ വേണ്ടിയിട്ട് 25 മിനിറ്റ് ആണല്ലോ ആദ്യം സെറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് തിരിച്ചിടുന്ന സമയത്ത് കുക്കായിട്ടുണ്ടായിരുന്നു, വേവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് ഉപ്പുണ്ടായിരുന്നു. നമുക്ക് ആ ഉരുളക്കിഴങ്ങിൽ ഉപ്പിടേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ ആ ഉപ്പ് കൂടിയോണ്ട് തന്നെ ഉള്ളി ഇടാതിരുന്നതിന് ഇപ്പോൾ ഗാർലിക്കിന് ടേസ്റ്റ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരു അഭിപ്രായം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗാർലിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഗാർലിക്ക് ഇടാം. ബട്ടറും നെയ്യൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കഴിക്കുന്നതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇടാം. പിന്നെ ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ മസാല ഇല്ലയെന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല, ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്. സാലഡിൻ്റെ കൂടെ കഴിക്കാം, ഇതിൻ്റെ പീസസ് സാലഡിൽ ഇട്ടിട്ട് കഴിക്കാം, ഏത് രീതിയിലും നമുക്ക് കഴിക്കാം. അതായത് മസാല ഇല്ലാതെ കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശക്കൊന്നുമില്ല. നല്ല ഒരു പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാം, ചിക്കൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം, നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സോഴ്സ്, നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. പിന്നെ കുറേ മസാലകളും ഓയിലും ഇതൊന്നും ചെല്ലാതെ നമുക്ക് വളരെ വേഗത്തിൽ കാര്യം തീർക്കാവുന്ന രീതിയിലുള്ള റെസിപ്പിയാണ്. പിന്നെ മല്ലിച്ചപ്പിൻ്റെ കളവ് കൂട്ടാട്ടോ, അതൊക്കെ എനിക്ക് കുറച്ചും കൂടി വേണമായിരുന്നു എന്ന് തോന്നി. ഉപ്പ് കുറഞ്ഞിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഒരു പോയിൻറ്റും കൂടി മാവായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ തന്നെ കുറച്ച് ഗ്രേവി പോലെ ഉണ്ട് ഉള്ളൂ നമ്മുടെ ഒരു ഹാഫ് ഡേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്